നമസ്കാരം. നിങ്ങൾ ഈയിടെ ഞങ്ങൾക്കൊരു വീഡിയോ അയച്ചെന്നല്ലോ, ജോർജ് കാർലിന്റെ. ആ സോഫ്റ്റ് ലാംഗ്വേജ്. അല്ലേ? അതെ. മൃദുല ഭാഷയെപ്പറ്റി. ഉം. സംഭവം കിടുവായിരുന്നു. അത് കിട്ടിയപ്പോൾ തോന്നി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ എന്ന്. അതെ. കാർലിന്റെ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ സത്യം പറയാതെ ഇങ്ങനെ മയപ്പെടുത്തി പറയുന്ന രീതി, അത് ശരിക്കും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കും. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാ, നിങ്ങൾ തന്ന ആ ക്ലിപ്പില്ലേ, അതിലെ പ്രധാന ഐഡിയാസ് എന്തൊക്കെയാ, അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോ കാർലിന്റെ മെയിൻ പോയിന്റ് എന്തായിരുന്നു? പുള്ളി പറയുന്നേ, പ്രത്യേകിച്ച് അമേരിക്കക്കാർക്ക് ഈ കട്ടിയുള്ള സത്യങ്ങളില്ലേ, അതങ്ങോട്ട് ഫേസ് ചെയ്യാൻ ഒരു പേടിയാണെന്ന്. ഒരു ബുദ്ധിമുട്ട്. അതെ, ഒരു അസ്വസ്ഥത. അപ്പോൾ ആ ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ മയപ്പെടുത്താൻ പുതിയ പുതിയ വാക്കുകളൊക്കെ ഇറക്കുന്നത്. ഇതിനെയാണ് പുള്ളി സോഫ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ പേര് യൂഫമിസം ആണെന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. യൂഫമിസം. ഈ പരുഷമായ കാര്യങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഓക്കെ, യൂഫമിസം. ഇത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ നമ്മൾ മലയാളികള്, നമ്മളും ഒട്ടും മോശമല്ല ഈ വളച്ചൊടിക്കലില്. ചായ കുടിക്കാൻ വരുന്നോന്ന് നേരെ ചോദിക്കില്ല, ആ വഴിക്കൊന്ന് ഇറങ്ങിയാലോ നോക്ക. അത് ശരിയാണ്. പക്ഷെ കാർലിൻ പറയണത് കുറച്ചുകൂടി സീരിയസ് കാര്യല്ലേ? വെറും വളച്ചൊടിക്കലല്ല, ഒരു സത്യം മറച്ചു പിടിക്കൽ പോലെ. അതെ അതെ. കാർലിന്റെ വാദം അത് ശരിക്കും ഒരു എസ്കേപ്പാണ്, സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. എന്തിനാ നമ്മൾ ഈ വാക്കുകളുടെ പിന്നിൽ പോയി ഒളിക്കുന്നേ എന്നാ പുള്ളി ചോദിക്കുന്നേ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഏയ് ഇത് അമേരിക്കയിലുള്ളവരുടെ പ്രശ്നമല്ലേന്ന്. പക്ഷെ ഒന്ന് ചുറ്റും നോക്കിക്കേ. ഹോ, നമ്മൾ പിന്നല്ലേ. ഈ പരീക്ഷയ്ക്ക് തോക്കുന്ന കാര്യം തന്നെ എടുത്തോ. നമ്മളാരെങ്കിലും ഞാൻ ഫെയിലായി എന്ന് നെഞ്ചു വിരിച്ചു പറയോ? ഇല്ല, ചാൻസ് വളരെ കുറവാ. എന്താ പറയാ, ഒരു സപ്ലി കിട്ടി, അതങ്ങോട്ട് പോയി, ആ പേപ്പർ സീനായി, അങ്ങനെയൊക്കെ അല്ലേ? കറക്റ്റ്. പിന്നെ ഒരാൾക്ക് കുറച്ച് വണ്ണം കൂടുതലുണ്ടെങ്കിൽ തടിച്ച് എന്നോ തടിയ എന്നോ വിളിക്കില്ല. ആള് നല്ല ഹെൽത്തി ആണല്ലോ, അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് നല്ല ഡെവലപ്ഡ് ആണ്. ആ ഡെവലപ്ഡ് പ്രയോഗം അത് കോളേജിലെ സൂപ്പർ ഹിറ്റാണെന്ന് ശരിക്കും പറഞ്ഞാൽ സത്യം പറയാനുള്ള മടി തന്നെ. അത് തന്നെ. കറക്റ്റ്. ഈ ഡെവലപ്ഡ് ഒരു തമാശയല്ല. കാർലിന്റെ ഒരു മെയിൻ ഉദാഹരണം ആ ക്ലിപ്പിലുള്ളത് മരണത്തെക്കുറിച്ചാ. മരിച്ചു, ഡൈഡ് എന്ന ഡയറക്റ്റ് വാക്കുണ്ടല്ലോ, അതിനു പകരം നമ്മളും പറയും അവരും പറയും. വിട പറഞ്ഞു, അന്തരിച്ചു, പിന്നെ സ്വർഗസ്ഥനായി, ദൈവസന്നിധിയിലേക്ക് യാത്രയായി, അങ്ങനെ പലതും. ശരിയാണ്. പാസ്റ്റ് അവേ എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ഷോക്ക് കുറയും. അത് സമ്മതിച്ചു. പക്ഷെ കാർലിൻ പറയുന്നേ ഇത് ഇൻസിൻസിയർ ആണെന്നാണോ? മരണവും ഒരു റിയാലിറ്റി അല്ലേ, അതിനെന്തിനാ ഇങ്ങനെ പഞ്ചാരയിട്ട് പറയുന്നേന്നാണോ പുള്ളിയുടെ ലൈൻ? അതെ, പുള്ളിയുടെ പോയിന്റ് അതാണ്. മരണം അത് ലൈഫിന്റെ ഒരു ഭാഗം, അതൊഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോ അതിനെ നേരെ നോക്കാതെ ഇങ്ങനെ സോഫ്റ്റ് വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് നമ്മളെ ദുർബലരാക്കുകയേ ചെയ്യുന്നേ. ആ വാക്കിന്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ നിന്ന് അകന്നു പോവാന്നാ പുള്ളി പറയുന്നേ. ഒരു സംശയം. ഇപ്പൊ നമ്മളൊരു മരണവീട്ടിൽ പോയി, അവിടെ കുറച്ചൊരു സെൻസിറ്റിവിറ്റി വേണ്ടേ? അവിടെ ചെന്ന് ആള് ഡെഡായി എന്ന് പറയുന്നതാണോ ശരി, അതോ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് പറയുന്നതാണോ? കാർലിന്റെ ലോജിക് ഓക്കെ, പക്ഷേ ഒരു സാമൂഹിക മര്യാദയെന്നൊന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ചിലപ്പോൾ കാർലിൻ ഇതൊന്നും മൈൻഡ് ചെയ്യില്ലായിരിക്കും. നല്ല പോയിന്റ്. കാർലിൻ അതൊന്നും മൈൻഡ് ചെയ്യില്ലെന്ന് 100% ഉറപ്പാ. പുള്ളി അതാ പറയുന്നത്. നമ്മൾ ഈ മര്യാദയുടെ പേരിൽ സത്യം ഇല്ലാതാക്കുകയാണെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു ആ ക്ലിപ്പിൽ കാർലിന്റെ ഏറ്റവും ഫേമസ് ഉദാഹരണം വരുന്നത് ഈ യുദ്ധത്തിലെ സൈനികരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചാ. അത് കേട്ടു. ഷെൽ ഷോക്ക്. അതെ, 1-ാം ലോകമഹായുദ്ധം. അന്ന് ഈ പട്ടാളക്കാർക്ക് യുദ്ധം കാരണം വരുന്ന ആ ഒരു ട്രോമയില്ലേ, അതിനവർ പറഞ്ഞതിന്റെ പേര് ഷെൽ ഷോക്ക്. ഭയങ്കര ഡയറക്റ്റ്, ഭയങ്കര ഹോണസ്റ്റ് പേരായിരുന്നു. ആ വാക്കിൽ തന്നെയുണ്ട് ആ ഒരു ഷോക്കും വേദനയൊക്കെ. ശരിയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഒരു ഞെട്ടല്. എന്നാൽ പിന്നെ ആ പേര് പതിയെ മാറ്റി, കുറച്ചുകൂടി സോഫ്റ്റാക്കി, ബാറ്റിൽ ഫെറ്റീഗ് എന്നാക്കി. ബാറ്റിൽ ഫെറ്റീഗ്, യുദ്ധം കൊണ്ടുള്ള ക്ഷീണം എന്ന പോലെ. അതെ, പിന്നെയും കാലം പോയി. ഇപ്പോ നമ്മളെല്ലാവരും കേൾക്കുന്ന പേരായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD. ഭയങ്കര ക്ലിനിക്കൽ, ഭയങ്കര ടെക്നിക്കലായിട്ടുള്ളൊരു പേര്. ഓ, PTSD. ഇത് ശരിക്കും നമ്മുടെ കോളേജ് ഫെസ്റ്റിന്റെ പേര് മാറ്റുന്ന പോലെ ഉണ്ടല്ലോ. പണ്ട് ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആർട്സ് ഡേ, സിമ്പിൾ ആൻഡ് പവർഫുൾ. പിന്നെ അത് മാറി കലാമേളയായി, കൾച്ചറൽ ഫെസ്റ്റായി. കഴിഞ്ഞ വർഷം എന്തായിരുന്നു പേര്? പ്രോക്സിമ സെഞ്ചുറി, എ ഗാലാക്റ്റിക് ഒഡീസി ഓഫ് ആർട്സ്. ഓഹോ,
എന്തോന്ന്? അതെ, സംഭവം പഴയ കലാപരിപാടികളൊക്കെ തന്നെ, പക്ഷെ പേര് കേട്ടാ തോന്നും നാസ എന്തോ പുതിയ മിഷൻ ലോഞ്ച് ചെയ്യാണെന്ന്. നിന്റെ ഈ ഉപമ ഇത് പൊളിച്ചു. പക്ഷേ കാർലേന്റെ പോയിന്റ് ഈ പേരിന്റെ ഗ്ലാമറിനെ പറ്റിയല്ല കേട്ടോ. പുള്ളി പറയുന്നത് ഈ പേര് മാറുന്നതിനനുസരിച്ച് ആ യഥാർത്ഥ മനുഷ്യന്റെ അനുഭവമില്ലേ, ആ വേദന, ആ തീവ്രത അതങ്ങ് നഷ്ടപ്പെട്ടു പോയിന്ന്. ഷെൽ ഷോക്ക് എന്ന് കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ വേദനയുണ്ട്. പക്ഷേ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതൊരു മെഡിക്കൽ ടേം, ഒരു ഫയലിലെ വാക്ക്. ആ വ്യക്തി അനുഭവിച്ച ആ ഭീകരത മുഴുവൻ ആ വാക്കിലില്ല. കാർലിൻ പറയുന്ന പോലെ ഇത്തരം വാക്കുകൾ ജീവിതത്തിൽ നിന്ന് ജീവൻ ഊറ്റിക്കളയുന്നു. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായോ? ആ കിട്ടി. പേര് സോഫ്റ്റ് ആവുമ്പോൾ ആ പ്രശ്നത്തിന്റെ ആഴം അതങ്ങ് കുറഞ്ഞു പോകും. ശരിയാ, അതിന് നേരിടാനുള്ളൊരു മടി അതിൽ കാണാം. ടെക്നിക്കലാവുമ്പോൾ ആ ഒരു മനുഷ്യപ്പറ്റി ഇല്ലാതാവുന്നുണ്ട്. കാർലിൻ വേറെയും തമാശ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ടോയ്ലറ്റ് പേപ്പർ, അതിന് പകരം എന്താ പറയുന്നേ? ബാത്റൂം ടിഷ്യൂ. ഹോ, ബാത്റൂം ടിഷ്യൂ അതെന്തിനാ? പിന്നെ പല്ല് സെറ്റ് വെക്കില്ലേ, അതിന് ഡെന്റൽ അപ്ലയൻസസ്. ഡെന്റൽ അപ്ലയൻസസ്. പിന്നെ വയസ്സായവരെന്ന് പറയില്ല, സീനിയർ സിറ്റിസൺ. ഓ, ബാത്റൂം ടിഷ്യൂ അത് കൊള്ളാം. ടോയ്ലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഹോസ്റ്റൽ വാർഡനെയാ. മെസ്സിലെ ഫുഡ് ഭയങ്കര മോശാണെന്ന് നമ്മൾ പരാതി പറയുമ്പോൾ പുള്ളി പറയും, ഇതൊരു ഹോസ്റ്റൽ ഡൈനിങ് എക്സ്പീരിയൻസ് ആണ് മക്കളെ, അതിനെ പോസിറ്റീവായി കാണണം. ഹോ, ഡൈനിങ് എക്സ്പീരിയൻസ്. അതെ, കേട്ടാ തോന്നും ഏതോ സ്റ്റാർ ഹോട്ടലിലെ ബുഫേ ആണെന്ന്. കഞ്ഞിക്ക് ഡൈനിങ് എക്സ്പീരിയൻസ്. അതുതന്നെ. പിന്നെ കാർലിന്റെ ആ പ്രായത്തെക്കുറിച്ചുള്ള തമാശയില്ലേ, 90 വയസ്സുള്ള കിളവൻ എന്ന് പറയില്ല, 90 വയസ്സ് യുവത്വം എന്ന്. ആ 90 ഇയേഴ്സ് യങ്. പ്രായമാവുന്നത് ഒരു മോശം കാര്യമാണെന്ന് നമ്മൾ കരുതുന്നതുകൊണ്ടാണോ ഇങ്ങനെ വാക്കുകൾ മാറ്റുന്നത്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ചിലപ്പോ അതായിരിക്കും. വയസ്സായി എന്ന് കേൾക്കാൻ ആർക്കും ഇഷ്ടണ്ടാവില്ലല്ലോ. അതുപോലെ നമ്മുടെ സപ്ലൈ എക്സാം, ഹോ, അതിന്റെ ഇപ്പോഴത്തെ പേരുകൾ കേട്ടിട്ടുണ്ടോ? ചില കോളേജിലൊക്കെ സെക്കൻഡ് ചാൻസ് അസസ്മെന്റ് എന്നാ. ഓ, തോറ്റു എന്ന റിയാലിറ്റി എത്ര മനോഹരമായ ഒളിപ്പിച്ചു വെക്കുന്നേ. കാർലിൻ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഫയറിംഗ്, പണ്ടൊക്കെ ഫയേർഡ് എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ കമ്പനികൾ അത് പറയില്ല. പകരം എന്താ പറയാ? ഡൗൺ സൈസിംഗ് അല്ലെങ്കിൽ റൈറ്റ് സൈസിംഗ്. ആ, കേട്ടിട്ടുണ്ട്. റീസ്ട്രക്ചറിംഗ് എന്നും പറയും. അതെ, കാർലിൻ പറയുന്നേ ഇത് വെറും വാക്കിലെ കളിയല്ല. ഇത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയാണ്. ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്നത് അതൊരു സീരിയസ് കാര്യമാ. ആ ആഘാതത്തെ വളരെ നിസ്സാരമായൊരു കോർപ്പറേറ്റ് ഡിസിഷൻ പോലെയാ ഈ വാക്കുകൾ മാറ്റുന്നത്. ആ വ്യക്തിയുടെ അവസ്ഥ അത് ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിക്കുകയാണ്. ഇത് ശരിക്കും കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ 2 ഡിപ്പാർട്ട്മെന്റ് പൂട്ടിയപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് റീസ്ട്രക്ചറിംഗ് ആണത്രേ. ഓ, ഓർക്കുന്നു. കുറേ ടീച്ചേഴ്സിന് പണി പോയി. നമ്മുടെ കൂട്ടുകാർ കുറേ പേർക്ക് വേറെ കോളേജ് നോക്കേണ്ടി വന്നു. പക്ഷെ ആ നോട്ടീസിലെ ഭാഷ കണ്ടാ തോന്നും എന്തോ വലിയ സംഭവം കോളേജിന്റെ നല്ലതിനു വേണ്ടി ചെയ്തതാണെന്ന്. കാർലിൻ പറഞ്ഞത് 100% ശരിയാ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാർലിന്റെ ഒരു രീതി, ഒരു സ്റ്റൈല് പിടികിട്ടിയില്ലേ? പുള്ളി സോഷ്യൽ ക്രിറ്റിസിസം ഒക്കെ പറയുന്നേ ഭയങ്കര സീരിയസ് ആയിട്ടല്ല, തമാശയിലൂടെയാണ്. ഈ ബാത്റൂം ടിഷ്യൂ പോലത്തെ കാര്യങ്ങളിലൊരു ലോജിക്കില്ലായ്മയില്ലേ, അതൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ ചിരിപ്പിക്കും. ആ ചിരിയിലൂടെ നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾ ഈ ഭാഷയിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതേ, ശരിയാ. നമ്മുടെ ട്രോളന്മാര് ചെയ്യുന്നതും ഒരു തരത്തിൽ ഇതുതന്നെയല്ലേ. പൊളിറ്റീഷ്യൻസിനെയോ അല്ലെങ്കിൽ സിനിമയിലെയോ കാര്യങ്ങളൊക്കെ നേരെ പറഞ്ഞാൽ ചിലപ്പോൾ സീനാവും. പക്ഷെ ഒരു ട്രോളോ മീമോ ആക്കിയാൽ എല്ലാവർക്കും ചിരിക്കാം, ഷെയർ ചെയ്യാം. പക്ഷെ കിട്ടേണ്ട ഐഡിയ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതെ, ചിരി അതൊരു നല്ല ടൂളാ വിമർശനത്തിന്. എക്സാക്ട്ലി. അതാണ് സ്റ്റാൻഡപ്പ് കോമഡിക്ക് ഇത്ര പവർ കൊടുക്കുന്നത്. കാർലിനെ പോലുള്ളവർ വെറും തമാശക്കാരല്ല, അവർ സമൂഹത്തെ നിരീക്ഷിക്കുന്നവരാണ്, സോഷ്യൽ കമന്റേറ്റർമാരാണ്. ഹ്യൂമർ ഉപയോഗിച്ച് അവർ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അവർ പൊക്കിക്കൊണ്ടുവരും. നിങ്ങൾ തന്ന ആ ക്ലിപ്പ് അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ശരിയാണ്, തമാശയിലൂടെ കാര്യം പറയുന്നു. അത് കൊള്ളാം. പക്ഷേ കാർലിൻ അവിടെ നിർത്തുന്നില്ല കേട്ടോ. ഈ സോഫ്റ്റ് ലാംഗ്വേജൊക്കെ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് പുള്ളിക്കൊരു തിയറിയുണ്ട്. അത് കുറച്ച് കോൺട്രവേഴ്ഷ്യലാണ്. ഓഹോ, അതാരാണാവോ ഇതിന്റെ പിന്നില്? പുള്ളി പറയുന്നേ തങ്ങളുടെ ആ സുഖസൗകര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി
പിന്നെ ഈ അൺകംഫർട്ടബിളായ സത്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടി ഈ സുഖലോലുപരും അത്യാഗ്രഹികളും നന്നായി തിന്നു കൊഴുത്തിരിക്കുന്ന വെള്ളക്കാർ ഹോ അവരാണ് ഇത്തരം ഭാഷ ഉണ്ടാക്കുന്നത് എന്നാണ്. ശരിക്കുള്ള മനുഷ്യന്റെ വികാരങ്ങളെയും വേദനകളെയുമൊക്കെ ഇല്ലാതാക്കാനാണ് ഈ പരിപാടിയെന്നും പുള്ളി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം പരിപാടിയാണോ? ഓ കാർലിൻ ഒട്ടും മയക്കുന്നില്ലെന്നോ വാക്കുകള്. വെൽ ഫെഡ് വൈറ്റ് പീപ്പിൾ എന്നൊക്കെ. ഇതൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ മാത്രം പ്രശ്നമാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ഭാഷ ഉണ്ടാക്കുന്നതും കൂടുതൽ പ്രചരിപ്പിക്കുന്നതും ഈ അധികാരത്തിലുള്ളവരായിരിക്കാം. കോർപ്പറേറ്റുകൾ, പൊളിറ്റീഷ്യൻസ്, മീഡിയ. അവർക്ക് സത്യം കുറച്ചൊന്ന് വളച്ചൊടിക്കാൻ താൽപ്പര്യമുണ്ടാവുമല്ലോ. ശരിയാണ്. പക്ഷേ നമ്മളും അത് കേട്ട് ഏറ്റുപിടിച്ച് ഉപയോഗിക്കുന്നില്ലേ? അപ്പോ ഒരുപക്ഷെ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമല്ല. മനുഷ്യന്റെ ഒരു പൊതുവായ ഒരു ടെൻഡൻസി ആയിരിക്കാം. എന്ത്? അത് ശരിയാ. അധികാരം കയ്യിലുള്ളവർക്ക് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഈ ഭാഷ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. നമ്മളത് ശ്രദ്ധിക്കാതെ യൂസ് ചെയ്യുന്നു. എന്തായാലും കാർലിന്റെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്. ഈ മൃദുല ഭാഷ, ഈ സോഫ്റ്റ് ലാംഗ്വേജ്, അത് നമ്മളെ ദുർബലരാക്കും. യാഥാർത്ഥ്യം കാണാനുള്ള കഴിവ് കുറയ്ക്കും. നമ്മൾ കുറച്ചുകൂടി ഡയറക്റ്റ് ആവണം. സിമ്പിൾ ഭാഷ യൂസ് ചെയ്യണം. സത്യസന്ധമായി സംസാരിക്കണം. റിയാലിറ്റി എത്ര അൺകംഫർട്ടബിൾ ആണെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും. നമ്മുടെ യഥാർത്ഥ അനുഭവങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും. ശരിയാണ്. എപ്പോഴും ഇങ്ങനെ എല്ലാം മിനുസപ്പെടുത്തി ഷുഗർ കോട്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോവുകയാണ്. കാർലിന്റെ സ്വന്തം സംസാര രീതി തന്നെ ഇതിനൊരു തെളിവല്ലേ? അതെ. പുള്ളി ഭയങ്കര ഡയറക്റ്റാ. ചിലപ്പോൾ നല്ല പരുക്കൻ വാക്കുകൾ യൂസ് ചെയ്യും. ഈ സോഫ്റ്റ് ലാംഗ്വേജിനെ കളിയാക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഷ ഉപയോഗിച്ച് പുള്ളി ആ പോയിന്റ് ഉറപ്പിക്കുകയാണ്. പറയുന്ന കാര്യത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ഉറപ്പുണ്ട്. അതാണ് മെയിൻ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ആ ജോർജ് കാർലിൻ വീഡിയോയെപ്പറ്റി ഉള്ള നമ്മുടെ ഒരു ചെറിയ ചർച്ചയാണ് നമ്മളിവിടെ നടത്തിയത്. ഈ മൃദുല ഭാഷയെക്കുറിച്ചുള്ള പുള്ളിയുടെ ഐഡിയാസ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സംസാരത്തിൽ ഇതെങ്ങനെ കാണുന്നു എന്നൊക്കെ ചിന്തിക്കാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരിക്കും ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ദിവസം തന്നെ എത്ര യൂഫെമിസംസ് ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ചിൽ, വൈബ്, സീനില്ല, നോ പ്രോബ്ലം എന്നൊക്കെ ഈസി ആയിട്ട് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ യഥാർത്ഥ ഇമോഷൻസിനെയോ പ്രശ്നങ്ങളെയോ ഒന്നും ഇല്ലാതാക്കുകയാണോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാണോ? ഇൻസ്റ്റഗ്രാമിലെ ആ പെർഫെക്റ്റ് ഫോട്ടോസ് പോലെ നമ്മുടെ സംസാരവും ഒരു ഫിൽറ്റർ ഇട്ട പോലെയാണോ? കൊള്ളാം. അതൊരു നല്ല ചോദ്യമാണ്. ഫിൽറ്റർഡ് ചെയ്ത ഭാഷ. അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ അറിയാതെ തന്നെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ലാംഗ്വേജ് ഏതൊക്കെയാണ്? അതെപ്പോഴാണ് ഹെൽപ്ഫുൾ ആവുന്നത്? എപ്പോഴാണ് അത് സത്യത്തെ മറയ്ക്കുന്നത്? ഒരു രസമുള്ള ചിന്തയാണല്ലേ? എന്തായാലും ഈ സോഴ്സ് ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ്. അടുത്ത തവണ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം.